ഹായ് ഡിയർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് സുഖമൊക്കെ പ്രാപിച്ചു വരുന്നു. ഈ അപ്പോ എന്നുള്ളത് ഞാൻ കുറച്ച് ഓഫൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാനിങ്ങനെ എൻ്റെ സംസാരം ഒന്നുകൂടെ കേട്ട് കഴിയുമ്പോൾ ചിന്തിക്കേണ്ടത് എന്തോ ഒരു അപ്പോയാണ് ഞാൻ പറയുന്നതെന്ന്. എനിവേസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ആസ് യു ക്യാൻ സീ ഇൻ ദ തംബ്നെയിൽ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കൈസൻ. യെസ്, എൻ്റെ വാട്സാപ്പ് നമ്മളുടെ ബയോ ഇല്ലേ, അതിൽ കിടക്കുന്നത് കൈസൻ എന്ന ഈ ഒരു വാക്കാണ്. അന്ന് ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര റാൻഡംലി ഈ ഒരു വാക്കിനെ പറ്റി കേട്ടതാണ്. ആൻഡ് എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു. ദ ജാപ്പനീസ് മെത്തേഡ് ഫോർ ട്രാൻസ്ഫോമിങ് ഹാബിറ്റ്സ്, വൺ സ്മോൾ സ്റ്റെപ്പ് അറ്റ് എ ടൈം. യെസ്, അപ്പം ഞാൻ ഈ പറയുന്ന പോലെ പൊതുവേ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ട് എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം ഒരു എമർജൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര തടിപിടിയെന്ന് ചെയ്യുന്ന ഒരാളുമാണ്. പക്ഷേ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു എൻ്റെ ഒരു സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഈവൻ സംതിങ് റിഗാർഡിങ് മൈ ക്ലയൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഈ സ്ലോ ആൻഡ് സ്റ്റഡി സ്റ്റെപ്സിനെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു തെറാപ്പിസ്റ്റുമാണ്, ഒരു 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 എന്താ പറയുക, ഒരു ഹ്യൂമൻ ബീയിങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേർഡ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. എത്ര നാൾക്ക് മുമ്പാണ് ഞാനത് ഇട്ടതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രോബബ്ലി വാട്സാപ്പ് നോക്കി അറിയാൻ പറ്റും. പക്ഷെ അന്ന് അത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഡസ് കൈസൻ മീൻസ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ബട്ട് ഒരു ഭയങ്കര പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഹോൾ ബുക്കിൽ ഇവർ പറയുന്ന കാര്യം അതാണ്. എല്ലാം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ മലയും കൂടെ മറയ്ക്കാമെന്ന് വിചാരിക്കരുത്. വൺ സ്മോൾ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഇപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചിട്ടുള്ളവർക്കും അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ മൈക്രോ ഹാബിറ്റ്സിനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു റുട്ടീൻ ഫോം ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് പൊതുവെ ജാപ്പനീസുകാർ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഈ ബുക്ക് എൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട്, ഹിസ് നെയിം ഇസ് സെനൽ. ഇൻഫാക്റ്റ് ഞങ്ങൾ ക്യാമ്പിന് പരിചയപ്പെട്ടതാണ്. നമ്മുടെ ക്യാമ്പിന് വന്നിരുന്ന ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ റിട്രീറ്റ് ക്യാമ്പ് വാഗമണിൽ നടത്തിയപ്പം അതിന് വന്നിരുന്ന മിക്ക ആളുകളും നമുക്കിപ്പോൾ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉണ്ട് നമ്മളെല്ലാവരുമായിട്ട്. അപ്പോൾ അതിലൊരാളാണ് സെനൽ, ആൻഡ് ഹീ ഗിഫ്റ്റഡ് മീ ദിസ്. ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വളരെ ചുരുക്കം ഗിഫ്റ്റ്സേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതെല്ലാതും തന്നെ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ളതായിരുന്നു. ഒന്ന് ഇതായിരുന്നു, പിന്നെ ഒന്ന് നമ്മൾ ലക്ഷ്മി തന്ന ഒരു ഹാമ്പർ പോലത്തെ ഉണ്ടായിരുന്നു. അതിലും ഒരു ബുക്കുണ്ട്. ആ ബുക്കിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കൈസൻ ചെയ്യാൻ എന്താ റീസൺ എന്ന് വെച്ചാൽ, കൈസൻ ചെയ്യാനുള്ള റീസൺ കൊള്ളാം. ഞാനും സെനലും കൂടിയിട്ട് ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങളൊരു ചാലഞ്ച് പോലെ ചെയ്തു. സോ ആർ ചാലഞ്ച് വാസ് 21 ഡേയ്സിൽ ഈ ബുക്ക് ഫിനിഷ് ചെയ്യണം. ഓക്കെ, 21 ഡേയ്സിൽ ഈ ബുക്ക് ഫിനിഷ് ചെയ്യണം. ആൻഡ് അത് വെറുതെ അങ്ങനെ ഫിനിഷ് ചെയ്യല്ല, ലെറ്റ് us സ്റ്റാർട്ട് പ്രാക്ടീസിങ് കൈസൻ ഇൻ ആർ ഡെയിലി ലൈഫ് എന്നുള്ളതായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ടൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ആസ് എൻ ഒരു എക്സലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എത്ര പേജ് ഓരോരുത്തരും വായിക്കുന്നുണ്ട്, ലൈക്ക് ഓരോ ദിവസം എത്ര പേജ് വെച്ച് വായിക്കുന്നുണ്ട്, ആ വായിക്കുന്നതിൽ നിന്നും നമ്മൾ ഇൻസ്പയർഡ് ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടു, എന്താണ് നമ്മളതിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഉൾക്കൊണ്ട സാധനം നമ്മുടെ ലൈഫിൽ എങ്ങനെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു എക്സലൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഒരു 4-5 ഡേയ്സ് ഒക്കെ മര്യാദയ്ക്ക് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാം തഥൈവ. ഐ ഗോട്ട് മെസ്ഡ് അപ്പ് വിത്ത് മൈ തിങ്സ്, ഹീ ഗോട്ട് മെസ്ഡ് അപ്പ് വിത്ത് ഹിസ് തിങ്സ്. ബട്ട് ഞങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. യെസ്, ഐ ഡിഡ് ഇറ്റ്. അവൻ കംപ്ലീറ്റ് ചെയ്തത് എനിക്കറിയില്ല. അവൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കുള്ള ക്ഷമയില്ല. എനിക്ക് അത്യാവശ്യം കുറച്ച് ADHD ട്രേറ്റ്സ് ഉള്ള ഒരാളാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നേന്നത് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഐ ഹവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഡൂയിങ് സം സ്റ്റെപ്സ് ദാറ്റ് ഐ എം പ്ലാനിങ് ടു ടേക്ക് ഇറ്റ് സ്മോൾ. അത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് ഇറ്റ്സ് ബൈ സാറ ഹാർവേ. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വായിച്ചിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണേ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഈ പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്. സോ ബേസിക്കലി ദിസ് ലേഡി, ഇവർ കുറച്ച് നാൾ ജപ്പാനിൽ നിൽക്കാനിടയായി. ആ സമയത്ത് അവിടുത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇവർ എങ്ങനെ
ഇൻഫ്ലുവൻസ് ചെയ്തു, അവിടെ ഇവർ കണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളതിനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഹൗ ടു സ്റ്റാർട്ട്, നമ്മുടെ ഹെൽത്ത്, വർക്ക്, മണി, ഹോം, റിലേഷൻഷിപ്സ്, ഹാബിറ്റ്സ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് ഹൗ, എങ്ങനെയാണ് നമ്മൾ ബ്ലോഗ്സിനെ നേരിടേണ്ടുന്നത്, ഇതെല്ലാത്തിനെയും പറ്റിയിട്ടാണ് ഈ ബുക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറിയിലും, അതായത് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട 3 കാര്യങ്ങളാണ് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്, സ്ലീപ്പിംഗ് ഹാബിറ്റ് ആൻഡ് വാട്ടർ ഡ്രിങ്കിങ് ഹാബിറ്റ് ആൻഡ് ഓൾസോ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 അല്ല 4 അല്ലേ. ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളും ബാലൻസ്ഡ് ആണെങ്കിൽ ഐ ബിലീവ് മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് അതർ ദാൻ സിവിയർ സൈക്യാട്രിക് പ്രശ്നങ്ങളല്ലാത്തത് എല്ലാതും തന്നെ ബാലൻസ്ഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ബാലൻസ്ഡ് അല്ല പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഏരിയസിലും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു തരത്തിൽ വൺ ഓർ ദി അതർ വേ പ്രോബ്ലംസ് നേരിടുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെയും ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ് ഓൺ ഇറ്റ്. അതാണ് മെയിനായിട്ടും ഈ ബുക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഐ ഫൗണ്ട് ദിസ് ബുക്ക് വെരി ഹെൽപ്ഫുൾ, വെരി റിയലിസ്റ്റിക് എന്നുള്ളതാണ്. ലൈക്ക് റാദർ ദാൻ ഭയങ്കര കുതിര സാധനങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന, ഇന്ന് വേണമെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റിഗാർഡിങ് ഹെൽത്ത് തന്നെ പറയുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് എ വെരി ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്, വെരി ബാഡ് സ്ലീപ്പിംഗ് ഹാബിറ്റ്, വെരി ബാഡ് ലൈക്ക് ബോഡി മൂവ്മെൻറ്റ് ഹാബിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, വെള്ളം കുടിക്കുന്നത് കുറച്ചും കൂടെ എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആക്കാനായിട്ട് സാധിക്കും. സോ ഒരു മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു അയ്യൊരു കളി ഇതിലുണ്ട്. ബിക്കോസ് നമ്മൾ പ്രസൻറ്റിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളെ പറ്റി അവെയർ ആവുള്ളൂ. നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആസ് എൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ടോ എന്നത് ഞാൻ വെറുതെ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ബിക്കോസ് എൻ്റെ ഉറക്കത്തിനെ ഞാൻ അവിടെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ ക്ഷീണത്തിനെ ഞാൻ അവിടെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അറ്റ് പ്രസൻറ്റ് ഞാൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ബി അവെയർ ഓഫ് മൈസെൽഫ്, അല്ലേ? എങ്കിൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാനെന്ന് തോന്നുള്ളൂ, എനിക്ക് വിശപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ വിശപ്പും ദാഹവും ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത് മെയിൻലി ബിക്കോസ് ഈ മൈൻഡ്ഫുൾനെസ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എത്രത്തോളം നമുക്ക് മൈൻഡ്ഫുൾ ആയിരിക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് നമ്മളെപ്പറ്റി തന്നെ മനസ്സിലാക്കാനും അത്രത്തോളം നമുക്ക് അതിൽ വർക്ക് ചെയ്യാനും പറ്റും എന്നതാണ് ഈ ബുക്ക് നമുക്ക് തരുന്ന ഒരു പ്രധാന സന്ദേശം. ഓൾസോ ആസ് ഐ സെഡ്, ഇന്ന് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മൂവ്മെൻറ്റും നിങ്ങളുടെ ലൈഫിൽ ഇല്ല. വണ്ടിക്കാണ് ഓഫീസിലെത്തുന്നത്, ഓഫീസിലെത്തി കഴിഞ്ഞാൽ ലിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്, ലിഫ്റ്റ് കയറി ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് സീറ്റിലേക്ക് ചെന്നിരിക്കുക, ഇത്രയേ ഉള്ളൂ അവിടെ. അല്ലെങ്കിൽ ഈവനിങ് ഓൾസോ ദ സെയിം തിങ് ഹാപ്പൻസ്. തിരിച്ച് ചെല്ലുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതുപോലെ ഒരു സൈക്കിള് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഈ പറയുന്ന ഒരു ചെറിയ മൂവ്മെൻ്റ് എന്നൊരു പരിപാടി തുടങ്ങണമെങ്കിൽ പ്രോബബ്ലി ഒരു നില സ്റ്റെപ്പ് കയറിയിട്ട് ബാക്കി എലിവേറ്ററിൽ കയറുക, ഓർ അത് സ്ലോലി ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരിക. എങ്ങനെ? അവിടെയാണ് നമുക്ക് അറ്റോമിക് ഹാബിറ്റ്സും ഇതുമൊക്കെ ചേർത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതല്ല ഇപ്പോൾ ബസ്സിനൊക്കെ പോകുന്നവരാണ് എങ്കിൽ ഒത്തിരി ദൂരത്തിലല്ല പ്രീവിയസ് സ്റ്റോപ്പ് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് മുന്നേ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റുമെങ്കിൽ, ഒരു വാക്കിംഗ് കമ്മ്യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ചേരാൻ പറ്റുമെങ്കിൽ അതിൽ ചേരാം. അങ്ങനത്തെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഭയങ്കര മൈക്രോ സാധനങ്ങൾ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിനെ എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നതാണ്. സോ ദ സെയിം തിങ് അപ്ലൈസ് ഫോർ യുവർ വർക്ക്. ഇപ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്, ഒരു വർക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മണി ഹാബിറ്റ്സ്, ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഇല്ല, യാതൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാം? വീട്, നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം പറയുന്ന ഒരു ബുക്ക് റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിൽ നിന്നും എന്ത് ഇംബൈബ് ചെയ്തു, ഞാൻ എന്തൊക്കെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതിൽ ഫസ്റ്റ് തിങ് മൂവ്മെൻ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. മേ ബി ലൈക്ക് ബസ് കയറാൻ പോകും അതൊക്കെ തന്നെ. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു സ്റ്റോപ്പ് മുന്നേ ഇറങ്ങി വേർത്ത് കുളിച്ച് ഓഫീസിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലാത്തത് കൊണ്ട് പ്രോബബ്ലി വൈകുന്നേരം അത് ചെയ്യാൻ എന്നെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. മുമ്പ് ഞാൻ സത്യത്തിൽ നടന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ആസ് 2019 ഞാൻ ആദ്യത്തെ എൻ്റെ ട്രിവാൻഡ്രത്ത് ജോലി. ആ സമയത്ത് ഞാൻ നടന്നാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ട്രിവാൻഡ്രം അറിയുന്നവർക്കറിയാം, ഫ്രം അമ്പലമുക്ക് ടു വഴുതക്കാട് ഐ യൂസ് ടു വാക്ക് അപ്പ് ആൻഡ് ഡൗൺ. ആ സമയത്ത് ഐ വാസ് വെരി ലീൻ ഓൾസോ. ഓ മൈ ഗോഡ്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആ കാലത്ത് ഒരു ഫോട്ടോ ഉണ്ട്, എനിക്ക് വിഷമമായിപ്പോയി.
എനിവേസ് ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം കവടിയാറാണ് നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. ലൈക്ക് കൊച്ചിയിലെ പനമ്പള്ളി നഗർ പോലെ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇന്ദ്രാനഗറൊക്കെ പോലെ തന്നെ. ട്രിവാൻഡ്രം അറിയുന്നവർക്ക് അറിയാലോ കവടിയാർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ വൈകുന്നേരം ചുമ്മാ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു റൗണ്ട് ആണെങ്കിലും ഒന്ന് ചുറ്റും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ളയമ്പലം വരെ ഒന്ന് നടന്നിട്ട് വരും. കുറച്ചും കൂടി ഇനി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മെല്ലെ ഒന്ന് മ്യൂസിയത്തിലേക്കൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഐ ഗെസ് ജെനൽ സ്റ്റാർട്ടഡ് ജോഗിങ് ആൻഡ് ഓൾ. എന്നോടും ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആൻഡ് എന്തുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് വിത്ത് വാക്കിംഗ് എന്ന് വെച്ചാൽ, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമാണ്. എൻ്റെ ബോഡി ലൈക്ക് ഹൈലി ഇൻഫ്ലെയിംഡ് ആണ് ഇപ്പം. എസ്പെഷ്യലി വെൻ ഐ എം ഗോയിങ് ത്രൂ സിവിയർ സ്ട്രെസ്സസ് എനിക്ക് ഇൻഫ്ലമേഷൻ പെട്ടെന്ന് പിടിക്കും. അപ്പം എന്ത് കഴിച്ചാലും, വെള്ളം കുടിച്ചാൽ പോലും വേഗം വണ്ണം വെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി എൻ്റെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, വിച്ച് ഐ നോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ പറയുന്ന ഒരു നടത്തം തുടങ്ങും. അപ്പോൾ പൊതുവേ നമ്മൾ ഈ മൈൻഡ്ഫുള്ളായിട്ട് നടക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പാട്ടൊന്നും വെച്ചുകൊണ്ട് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ADHD ചില സമയത്ത് തന്നെ തീരെ എന്താ പറയുക റെസ്ലെസ് ആക്കുന്നത് കൊണ്ട് ഞാൻ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്കൊരു മൂച്ച് തോന്നുക എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെയാണ് ഞാൻ പലപ്പോഴും നടക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഐ സ്റ്റാർട്ടഡ് ഒരു ലഞ്ച് ടൈം മെഡിറ്റേഷൻ, വിച്ച് ഇസ് നോർമലി ഒരു ഇതിലും അഡ്വക്കേറ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടൊരു സംഭവം അതാണ്, ലഞ്ച് ടൈമിൽ കുറച്ച് ഒരു 5 minutes എങ്കിലും നമ്മളൊന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 minute, അതാർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സമയമാണ്. രാവിലെ വൈകി എത്തുന്നു, അല്ലെങ്കിൽ റഷ് ആകുന്നു, ഓക്കെ. വൈകിട്ട് പെട്ടെന്ന് പോകണം, റഷ് ആകുന്നു, ഓക്കെ. പക്ഷെ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ഒരു മിനിമം 1/2 hour എങ്കിലും ഇല്ലാത്ത ഓഫീസസ് ഉണ്ടാവുമോ? ഇനി അതെല്ലാം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് പണിയെടുക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സെനാരിയോ. ബട്ട് എനിക്ക് പോസിബിൾ ആണ്. അതുകൊണ്ട് ഞാൻ എനിക്കിവിടെ എപ്പോൾ വേണമെങ്കിൽ പോസിബിളാണ്. പക്ഷെ ഞാൻ ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് സമയം ഒരു ചെറിയ, അത് ഉറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നതല്ല കേട്ടോ, ഒരു കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് ബീങ് മൈൻഡ്ഫുൾ അബൌട്ട് മൈസെൽഫ്. ലൈക്ക് ഞാൻ എവിടെ ഇരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ആ നേരം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു പ്ലാനിങ് പീരീഡായിട്ടും കൂടെ ഞാനതിന് ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് അനദർ തിങ്. ദെൻ അനദർ തിങ് ഇസ് ലൈക്ക് ജേർണലിങ്. കുറേ നാളായിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അവസാനം പറയുന്ന ഒരു കാര്യം, നമുക്ക് എങ്ങനെ ബ്ലോക്സുകൾ ഒഴിവാക്കാം, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒത്തിരി തടസ്സങ്ങൾ വരും അത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ഈ തടസ്സങ്ങൾ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എൻജോയബിൾ ആയിരിക്കണം, കുറച്ചും കൂടെ ഒരു ഡോപ്പമിൻ നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം, കുഞ്ഞിലൊക്കെ നമുക്ക് ഒത്തിരി ഹോബീസ് ഉണ്ടായിരുന്നിരിക്കും അല്ലേ? ആ ഹോബീസ് അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് അത് പഠിക്കണമായിരുന്നു, ഇത് പഠിക്കണമായിരുന്നു എന്നൊക്കെയുള്ള, അതിനെയൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക, ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പണ്ടെപ്പോഴോ എഴുതാൻ തുടങ്ങി വെച്ച എൻ്റെ ഒരു കഥയുണ്ട്. കഥായസൻ ഞാൻ അത് എഴുതാൻ തുടങ്ങിയത് ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ്. എന്നെക്കൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റുമെന്നൊന്നും അൺടിൽ മൈ 12th standard എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ തിരക്കഥ അല്ലെങ്കിൽ കഥാ നൈപുണ്യമൊക്കെ കണ്ടുപിടിക്കുന്നത്. ഐ വാസ് ഓൾവേസ് ബിഹൈൻഡ് ഡാൻസ് ആൻഡ് ഓൾ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കുറച്ചും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് എഴുത്തുകുത്തൊക്കെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടി ഒരു ടൈമുണ്ട്. പിന്നെ അനദർ തിങ് ഈസ്, ഒരു ഹോബിയും കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഡാൻസിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ. അഗെയിൻ സ്റ്റാർട്ടിങ് സ്ലോ എന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോക്കും, ഈ പറയുന്ന ഒരു ലഞ്ച് ടൈം മെഡിറ്റേഷനും, പിന്നെ നൈറ്റ് ടൈം ഞാൻ ചെറിയൊരു റുട്ടീൻ. അത് ഞാൻ എൻ്റെ ക്ലയൻസിനും പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഡേ ടൈം റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ നൈറ്റ് റെഡിയാക്കണം. ഉറക്കം ശരിയെങ്കിൽ മാത്രമേ രാവിലെ കൃത്യമായിട്ട് എഴുന്നേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നൈറ്റ് റുട്ടീൻ ഫോളോ ചെയ്യുന്നത് ഞാൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആസ് എൻ ഈ ജേർണലിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ പരിപാടിയൊക്കെ രാത്രി ചെയ്യുന്നതും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് കണ്ണടച്ചിരുന്ന കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചിന്മുദ്രയിൽ പിടിച്ചിട്ട് ഓം പറയുന്ന സാധനം അല്ല. കുറച്ച് നേരം നമ്മളായിട്ട് തന്നെ ഇരിക്കുന്നത്. ഈവൻ നമുക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. എനിവേസ്, ദിസ് ബുക്ക് ഹാസ് ഹെൽപ്ഡ് മീ എ ലോട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ജെനൽ ഫോർ ദിസ് ബുക്ക്. ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ടു യു. അപ്പോൾ ഇതാണ് എൻ്റെ കൈസൻ ജേർണി ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മെല്ലെ ഹെൽത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ ബാക്കി വർക്കും മണിയും റിലേഷൻഷിപ്സും ഒക്കെ മെല്ലെ ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരത്തേ ഉള്ളൂ. അപ്പോൾ അത് ഓരോരോ സ്റ്റേജസിൽ എത്തുമ്പോഴത്തേക്കും വിച്ച് വി വിൽ ഡിസ്കസ് ഫർദർ. അപ്പോൾ കൈസൻ്റെ കൂടുതൽ ചാപ്റ്റേഴ്സ് ഇനിയും വരുന്നതായിരിക്കും. സോ അൺടിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം വിത്ത്
അടുത്തത് ഞാൻ വേറെ നമ്മുടെ ലക്ഷ്മിക്കുട്ടി തന്ന ബുക്കിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. അത് ഭയങ്കര ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു ഫിക്ഷണൽ ബുക്കാണ്. താങ്ക് യു ഗസ്. അതല്ലാണ്ട് ഈ കൈസൻ്റെ തന്നെ ബാക്കി ജേണിയും നമുക്കൊന്നിച്ച് തുടരാവുന്നതാണ്. ബിക്കോസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സെറ്റ് ബാക്കിൽ നിന്നും ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കാണിത്. അപ്പോൾ ഇഫ് യു ഗെറ്റ് ടു റീഡ് ദിസ് ഡെഫിനറ്റ്ലി വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 699 ആണ്. ഇത് ആക്ച്വൽ കോപ്പിയാണ്. ഇതല്ലാതെ ഇതിൻ്റെ എന്താ പറയുക പേപ്പർ ബാക്ക് അങ്ങനെ അത് എന്തൊക്കെയോ കിട്ടും. അത് കിട്ടുകയാണെങ്കിലും ഓക്കെയാണ്. ബട്ട് ട്രൈ ടു ഗെറ്റ് ദിസ് ഓർ ഐ ഗെസ് യു ക്യാൻ ഫൈൻഡ് PDF ഓൾസോ. അങ്ങനെ വായിക്കാൻ ബുക്കായിട്ട് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത്. ബട്ട് ഐ സജസ്റ്റ് ഫിസിക്കൽ റീഡിങ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് എങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൾസോ യു ഡു ലെറ്റ് മീ നോ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും യു ക്യാൻ ഡെഫിനറ്റ്ലി മെസ്സേജ് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. എൻ്റെ സൈഷാറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. അതല്ലെങ്കിൽ ഇവിടെ കമൻറ്റ്സ് ഇട്ടാണ് ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ until we see next time, tata from Psych of Team.